കുവൈത്തിലെ വിവിധ ഹോട്ടലുകളിൽ വലിയ ഡീലുകളുമായി ഒരു സംഘം ബിസിനസ്സുകാരെത്തുന്നു. വലിയ പണക്കാരെ പോലെ വേഷം ധരിച്ചും ആഡംബര കാറുകളിൽ വന്നിറങ്ങി ഹോട്ടലുകളിൽ താമസിച്ചും ഭക്ഷണം കഴിച്ചും ഉടമകളുമായി ഇവർ സൗഹൃദവും വിശ്വാസ്യതയും സ്ഥാപിച്ചെടുക്കുന്നു. വില്ല പ്രൊജക്റ്റിനും തുറമുഖത്തെ കയറ്റിറക്ക് തൊഴിലാളികൾക്കും മറ്റു പല ജീവനക്കാർക്കും ഭക്ഷണ വിതരണത്തിനായി തങ്ങൾക്ക് കരാർ ലഭിച്ചിട്ടുണ്ടെന്നും ഇത് സബ് കോൺട്രാക്ട് നൽകാൻ താല്പര്യമുണ്ടെന്നും ദിവസവും ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം വേണമെന്നും കണ്ടുമുട്ടിയ എല്ലാ ഹോട്ടലുകാരോടും ഇവർ പറഞ്ഞു. പ്രമുഖ മലയാളി റെസ്റ്റോറൻറ്റ് ഉടമയെ അടക്കം വിശ്വസിപ്പിച്ചു. എല്ലാവരിൽ നിന്നും ഒരേ സമയം കൊട്ടേഷനും വാങ്ങി. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ. പുതിയ ഓഫീസ്, മറ്റു സജ്ജീകരണങ്ങൾ. ഹോട്ടൽ ഉടമകളോട് കരാറിൽ ഒപ്പിടുമ്പോൾ വക്കീലിനെ പോലും വെച്ചു. എല്ലാം പെർഫെക്റ്റ്. ഒന്നിനും ഒരു വിശ്വാസ്യത കുറവുമില്ല. എങ്ങനെ നോക്കിയാലും തട്ടിപ്പ് സംഘം തികച്ചും വിശ്വസ്തർ. ഒരു റെസ്റ്റോറൻറ്റുമായി മാസം 68,000 ദിനാറിന്റെ കരാർ വരെ ഉറപ്പിച്ചു. ഇവർക്കെല്ലാം കമ്പനിയുടെ പേരിൽ ഫെബ്രുവരി 2 എന്ന തീയതിയിട്ട് ചെക്കും നൽകി. വർഷത്തിൽ 6.8 ലക്ഷം ദിനാറിന്റെ സ്ഥിരം കച്ചവടം ഓഫർ ചെയ്ത് കമ്മീഷൻ ചോദിച്ചു വാങ്ങി. കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഹോട്ടൽ ഉടമകൾ കമ്മീഷനും നൽകി. 3000 ദിനാർ മുതൽ 20,000 ദിനാർ വരെ നൽകിയവരുണ്ട്. തട്ടിപ്പ് കമ്പനിയിൽ നിന്നും വിശ്വാസയോഗ്യമായ മുൻകൂർ ചെക്ക് ലഭിച്ചതായിരുന്നു ഹോട്ടൽ ഉടമസ്ഥരുടെ ആത്മവിശ്വാസം. ഫെബ്രുവരി 2 ഞായറാഴ്ച കമ്പനി അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയത് മനസ്സിലാക്കിയ വ്യാപാരികൾ സങ്കടത്തിലായിരിക്കുകയാണ്. വലിയ ഓർഡറുകൾ കിട്ടിയതിനാൽ പല റെസ്റ്റോറൻറ്റുകളും അടുക്കളയും മറ്റും നവീകരിച്ചു. ഈ വകയിലും വൻ തുക ചെലവായി. തട്ടിപ്പ് കമ്പനിയിലെ ജീവനക്കാർക്ക് 2 മാസത്തിലധികം ഭക്ഷണം നൽകിയ വകയിൽ പണം ലഭിക്കാനുള്ളവരുമുണ്ട്. വാടകയ്ക്കെടുത്ത ആഡംബര വാഹനങ്ങളിലാണ് തട്ടിപ്പ് സംഘം സഞ്ചരിച്ചിരുന്നത്. വലിയ സാധ്യത കണ്ട് കൂടെ കൂടിയവർക്കെല്ലാം 8ന്റെ പണിയാണ് കിട്ടിയത്. തട്ടിപ്പ് സംഘത്തിന്റെ വാർത്ത ആദ്യം പുറത്തുവിട്ടത് മാധ്യമം.